നമുക്ക് നമുക്കൊരു നല്ല നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നാരങ്ങയെല്ലാം ഞാൻ കാണിച്ചതാണ്. ഇപ്പം നാരങ്ങയെല്ലാം നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം എണ്ണയിലിട്ട് വരട്ടി വെക്കാൻ. വരട്ടി വെക്കുമ്പോൾ ഓരോ നാരങ്ങയും ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പം എന്നിട്ട് അത് ആറിക്കഴിഞ്ഞ ശേഷം ഓരോ നാരങ്ങ എടുത്ത് രണ്ടായി പൊളന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഗ്രേവി സൈഡിൽ മാറ്റി വെക്കണം. എന്നിട്ട് അതിന് ചേർക്കാനായിട്ട് എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി ശർക്കര എന്തിനാണെന്നറിയോ? ചില നാരങ്ങയ്ക്ക് ഒരു കയ്പ്പുണ്ടാവും. ആ കയ്പ്പ് മാറ്റാൻ വേണ്ടിയാണ്. നമ്മൾക്ക് മനസ്സിലാവത്തില്ല കഴിക്കുമ്പോൾ അയ്യോ ഇതിനകത്ത് ശർക്കര ഉണ്ടെന്നുള്ളത്. പിന്നെ എന്നിട്ട് ഓരോ പൊളന്നതിനകത്തും ഈ ഉപ്പും എല്ലാം കൂടെ നന്നായി തിരുമ്മി പിടിച്ചിട്ട് അതിനകത്തോട്ട് ഓരോന്നിനും നന്നായിട്ട് നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ കുത്തി നിറയ്ക്കണം. കണ്ടില്ലേ? നന്നായിട്ട് നിറച്ചിട്ട് ഇത് അങ്ങോട്ട് ഗ്രേവിയിലോട്ട് വെക്കണം. എന്നാലേ അതിൻ്റെ ഗ്രേവി ഇങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ ഈ മെൽറ്റിൻ മൗത്തായിപ്പോവും. ഈ നമ്മുടെ ഈ നാരങ്ങയൊക്കെ നല്ലതായിട്ടങ്ങ് വെഴുമഴാന്നങ്ങ് നന്നായിട്ടങ്ങ് ഇതായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള മസാലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വിതറി വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെടുത്ത് നോക്കുമ്പോൾ വെള്ളം അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ടാകും. എണ്ണ പോരെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇച്ചിരി എണ്ണ ചൂടാക്കി വേണം അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ. പോരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഗാർലിക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ഗാർലിക്കും കൂടി ആ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി ആറിയ ശേഷം വേണം ഒഴിക്കാൻ. അല്ലെങ്കിൽ പിന്നെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ട് വരും. ആറിയ ശേഷം ഒഴിക്കാമെങ്കിൽ നമ്മൾ 2 വർഷം വേണേൽ വെളിയിൽ വെക്കാം. പക്ഷേ നമുക്ക് നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് എടുക്കല്ലേ. എപ്പോഴും അച്ചാർ എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണില്ലാതെ ഉപയോഗിക്കല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ചാർ ചീത്തയായിപ്പോവും. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാർ കുറേ നാളിരിക്കുകയും ചെയ്യും, ചീത്തയാകത്തില്ല. ഇനി ഞാൻ നാരങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ പുറവശത്ത് ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്? കഴുകി തുടച്ച് ഉണങ്ങാൻ വെച്ചതാണ്. 2-3 ദിവസത്തേക്ക് പിന്നെ ഇത് തന്നെ പണി. അച്ചാറുണ്ടാക്കാൻ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ. പിന്നെ പോരാത്ത ഉപ്പുണ്ടോയെന്ന് 2 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഉപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇടണം. പക്ഷേ ഇച്ചിരി ഉപ്പ് മുന്നോട്ടിരുന്നോട്ടെ, എന്നാലേ അത് ചീത്തയാവാതിരിക്കത്തുള്ളൂ. അതാ ഞാൻ ഇച്ചിരി ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയപ്പോൾ തിരിച്ച് കുറച്ച് എടുത്തു. കാരണം കഴുത്തറ്റമേ ഇടാവും, അല്ലെങ്കിൽ എണ്ണ മുകളിലോട്ട് വരും. നിങ്ങളിവിടെ ഒക്കെ ട്രൈ ചെയ്യണം. ഞാൻ 2-3 ബോട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടില്ലേ?